ടീച്ചറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് 1 മുതൽ 30 വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയർ കാൽക്കുലേറ്ററിനേക്കാൾ എളുപ്പത്തിൽ എങ്ങനെ കാണാം എന്നുള്ള സൂപ്പർ ട്രിക്കുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. സ്കൂൾ കോളേജ് കാലഘട്ടത്തിലും മാത്രമല്ല, എല്ലാതരം കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും അതുപോലെ സാധാരണ നിത്യജീവിതത്തിലും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഈ ട്രിക്ക് എന്താണെന്ന് നോക്കാം. നമ്മൾ ആദ്യം 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയർ എല്ലാവർക്കും ബൈ ഹാർട്ട് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയർ എല്ലാവരും നിർബന്ധമായും ബൈ ഹാർട്ട് ആക്കേണ്ടതാണ്. ഒരു നമ്പറിന്റെ സ്ക്വയർ കാണുന്നതിനെ ആ നമ്പറിനെ അതേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എക്സാമ്പിൾ ആയിട്ട് 6 സ്ക്വയർ കാണുന്നതിന് 6 into 6 36 കണ്ടാൽ മതി. ഇതുപോലെ നമുക്ക് 11 മുതൽ 19 വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയർ എങ്ങനെ കാണാം എന്ന് നോക്കാം. ഇതിൽ നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നത് 10നെയാണ്, 1 10നെയാണ്, ഒരു 10ന്. ദെൻ 11 സ്ക്വയർ കാണുന്നതിന് ഇവിടെ 11 10നേക്കാൾ 1 കൂടുതലാണ്, 10 + 1 ആണ്. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. ഇതിലെല്ലാം നമ്പേഴ്സ് എല്ലാം ബേസ് 10 ആണ്. ആദ്യം യൂണിറ്റ് ഡിജിറ്റിന്റെ സ്ക്വയർ എഴുതുന്നു, 1 സ്ക്വയർ 1. ഇനി 11 ഈ 1 10നേക്കാൾ 1 കൂടുതലായതുകൊണ്ട് 11നോട് കൂടി 1 ആഡ് ചെയ്യുന്നു. അതായത് ഇവിടെയുള്ള ഈ 1 യൂണിറ്റ് ഡിജിറ്റിലുള്ള 1, 11 + 1 12. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് 12 സ്ക്വയർ. ഇനി നിങ്ങൾക്ക് സ്പീഡ് കിട്ടും. നോക്കുക, 2 സ്ക്വയർ 4, ദെൻ 12 + 2 യൂണിറ്റ് ഡിജിറ്റ് ഒറ്റ സ്ഥാനത്തുള്ള 2, 12 + 2 14. ഈ 14 എങ്ങനെ കിട്ടി? 12 + 2 ആണ് 14. ഈ 2ന്റെ സ്ക്വയർ ആണ് 4 എന്ന് മനസ്സിലാക്കുക. 13 സ്ക്വയർ 3 സ്ക്വയർ 9, then 13 plus this 3 യൂണിറ്റ് ഡിജിറ്റിലുള്ള 3, 13 + 3 16. നെക്സ്റ്റ് 14 സ്ക്വയർ. ഒന്ന് ശ്രദ്ധിക്കണം, 14 സ്ക്വയർ 4ന്റെ സ്ക്വയർ 16 ആണ്. അതിന്റെ യൂണിറ്റ് ഡിജിറ്റ് ആയ 6നെ ഇവിടെ എടുത്തെഴുതുന്നു, ബാലൻസ് 1. 14 + 4 18, 18 + 1 19. Then 16 സ്ക്വയർ. 6ന്റെ സ്ക്വയർ 36 ആണ്. അതിലെ യൂണിറ്റ് ഡിജിറ്റ് 6നെ എടുത്തെഴുതുന്നു, ബാലൻസ് 3. 16 + this 3 6, 16 + 6 22, 22 + 3 25. Then 17 സ്ക്വയർ. നിങ്ങളും ചെയ്ത് നോക്കുക. 7 സ്ക്വയർ 49. Then 9 എടുത്തെഴുതുന്നു, ബാലൻസ് 4. 17 + 7, 17 + 10നേക്കാൾ കൂടുതൽ 7 ആണ്. 17 + 7 24, 24 + 4 28. Then 19 സ്ക്വയർ നോക്കാം. 19 സ്ക്വയർ 9 സ്ക്വയർ 81. അതിലെ 1 എടുത്തെഴുതുന്നു, ബാലൻസ് 8. 19 + 9 28, 28 + 8 28 + 8 36, 361. 19 സ്ക്വയർ 361. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ ഒന്നുമില്ല, ഈ 10നെ ബേസ് ആക്കി 10നേക്കാൾ എത്ര കൂടുതലുണ്ട് എന്ന് ആലോചിക്കേണ്ട ആവശ്യമില്ല. യൂണിറ്റ് ഡിജിറ്റിൽ ഉള്ള നമ്പർ തന്നെയായിരിക്കും അത്. ആ നമ്പർ ഇതിനോടുകൂടി ആഡ് ചെയ്യാം. ബാലൻസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. യൂണിറ്റ് ഡിജിറ്റിന്റെ സ്ക്വയറും എഴുതാം. 29 to 29ന്റെ സ്ക്വയർ എങ്ങനെ കാണാം എന്ന് നോക്കാം. ഇവിടെ ബേസ് ആയിട്ട് എടുക്കുന്നത് 2 10s ആണ്. 2 × 10 ആണ് 20 എന്ന് പറയുന്നത്. അത് എപ്പോഴും ശ്രദ്ധയിലുണ്ടാവണം. 2 × 10. ദെൻ 20 സ്ക്വയർ സിമ്പിൾ ആണ്. നമുക്ക് 0യിൽ അവസാനിക്കുക, കാരണം ഒരു 0 ആയതുകൊണ്ട് 2 0 ഇട്ടു. 2ന്റെ സ്ക്വയർ 4. ദെൻ 21 സ്ക്വയർ. 1ന്റെ സ്ക്വയർ 1. ദെൻ 21 പ്ലസ് നമ്മൾ 1 ആണ് ആഡ് ചെയ്യുന്നത്. എന്താണ് 1 ആഡ് ചെയ്യുന്നത് എന്ന് ലോജിക്കാണ്. 20യേക്കാൾ എത്ര കൂടുതലാണ് 21? 1 ആണ് കൂടുതൽ. അതുകൊണ്ടാണ് ഈ 21നോട് 1 കൂട്ടുന്നത്. 21 + 1 22. 22 × 2, 22 × 2 2 ടൈംസ് ആയതുകൊണ്ട് × 2. 3 ആണെങ്കിൽ × 3. ഇവിടെ നമ്മൾ 2 ടൈംസ് ആണ്. 22 × 2 അതായത് 44. ഒരു പ്രാവശ്യം കൂടി ചെയ്താൽ പെട്ടെന്ന് മനസ്സിലാവും. 22 സ്ക്വയർ 2 സ്ക്വയർ 4, 22 + 2 24. 24ന്റെ ഡബിൾ 2 ടൈംസ് മീൻസ് ഡബിൾ. 24ന്റെ ഡബിൾ 48. Then 23 square. 3 square 9.
23 പ്ലസ് 3 26. 26ന്റെ ഡബിൾ 52. Then 24 സ്ക്വയർ ഒന്ന് ശ്രദ്ധിക്കുക. 4 സ്ക്വയർ 16 ആണ്. അതിൽ 6 എടുത്ത് എഴുതി, ബാലൻസ് 1 അല്ലേ. 24 പ്ലസ് 4 28. 28ന്റെ ഡബിൾ 56. 56 പ്ലസ് 1 57. നെക്സ്റ്റ് ടൈം 26 സ്ക്വയർ. 6 സ്ക്വയർ 36. Then 6 എടുത്ത് എഴുതുന്നു, ബാലൻസ് 3. 26 പ്ലസ് 6 32. 32ന്റെ ഡബിൾ 64. 64 പ്ലസ് 3 67. Then 28 സ്ക്വയർ. 28 സ്ക്വയർ 8 സ്ക്വയർ 64. 4 എടുത്ത് എഴുതുന്നു. 28 പ്ലസ് 28നോട് എന്ത് കൂട്ടണം? 28 പ്ലസ് 8 അതായത് 36. 36ന്റെ ഡബിൾ 72. 72 പ്ലസ് 6 78. ക്ലിയർ? ഇതുപോലെ 29 സ്ക്വയർ എന്ന് ചെയ്ത് നോക്കുക. 30യുടെ സ്ക്വയർ കാണാൻ പിന്നെ സിമ്പിൾ ആണ്. 30 സ്ക്വയർ 0 ഒരെണ്ണാണ്, 2 0 ഇട്ടു. 3യുടെ സ്ക്വയർ 9. ഇതുപോലെ ഇനി 30 എബവ് ആണെങ്കിൽ ഇവിടെ 2 ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്തുപോലെ 3 ഇൻറ്റു ചെയ്യാം. 40 എബവ് ആണെങ്കിൽ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. സിമ്പിൾ ആണ്. പക്ഷേ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് എബവ് 30 മറ്റൊരു ടെക്നിക്കുമായി ഞാൻ അടുത്ത ക്ലാസ്സിൽ വരാം. ഓക്കെ, ബൈ.